2000 പൗണ്ട് ബോംബുകൾ ഇസ്രായേലിന് നൽകാൻ വേണ്ടിയിട്ട് ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. വെടിനിർത്തലിന് ശേഷമാണ് ഈ തീരുമാനം വരുന്നത്. എന്താണ് ട്രംപിൻ്റെ ഉദ്ദേശങ്ങൾ? ട്രംപിൻ്റെ ഉദ്ദേശം പുള്ളിയുടെ ഉദ്ദേശം ട്രംപിൻ്റെ ഉദ്ദേശം ട്രംപ് തന്നെയാണ്. അതിനകത്ത് സംശയത്തിൻ്റെ ആവശ്യമില്ല. ട്രംപ് വളരെ പ്രത്യക്ഷമായിട്ട് ഇസ്രായേൽ പക്ഷപാതിയാണ്. അതിനർത്ഥം നെതന്യാഹു പക്ഷപാതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അതിനകത്ത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ പ്രത്യേകം ഹില്ല് വരെ എന്തോ ഒരു സംഗതി വരെ സ്ഥാപിക്കുക വരെ ചെയ്തു ഇസ്രയേലിൽ. സ്വാഭാവികമായിട്ടും ട്രംപ് വളരെ പ്രഖ്യാപിതമായിട്ട് ഇസ്രയേലിൻ്റെ അനുകൂലിയാണ്. അതേസമയത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണം, താൻ അധികാരത്തിലേറുന്നതിനും ഒരു ദിവസം മുമ്പെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം ട്രംപ് കൊടുക്കുകയും അത് നെതന്യാഹു അത്ര വേണ്ട രീതിയിൽ എടുത്തില്ല എന്ന് കണ്ട സമയത്ത് നെതന്യാഹുവിനെ SOB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സംഭാഷണത്തിൽ പോലും നമുക്കതിലത്ത് അതിൻ്റെ പൂർണ്ണരൂപം പറയുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് പറയാത്തതാണ്. അപ്പോൾ ആ രീതിയിൽ നെതന്യാഹുവിനെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവും ട്രംപിൻ്റെ പൊതു സമീപനവും ഇസ്രായേൽ സമീപനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇസ്രായേലിനെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളത് ട്രംപിൻ്റെ പ്രഖ്യാപിത നയം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വലിയൊരു അതിശയം നമ്മൾ കാണേണ്ടതില്ല. അതേസമയത്ത് ട്രംപ് ഉദാഹരണത്തിന് ഉക്രൈനുള്ള സഹായം നിർത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു CEO എങ്ങനെയാണോ അമേരിക്കയുടെ CEO ആയിട്ടാണ് ഇപ്പം ട്രംപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെയാണ് റഷ്യ നേരിടുന്നത്. അപ്പം ട്രംപിനെ കേൾക്കുക തന്നെ വേണം അല്ലേ? ട്രംപിനെതിരെ ഉപരോധം ഉണ്ടെങ്കിലും പക്ഷേ അവിടെ വളരെ ഒരു ശക്തമായ ഭാഷയൊന്നും ട്രംപ് ഉപയോഗിച്ചിട്ടില്ല. പുടിനെതിരെ അദ്ദേഹം 2 ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒന്ന്, ചില ഉപരോധങ്ങളും ചില ടാക്സസും ഒക്കെ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇപ്പോൾ OPEC കമ്പനികളുടെ സഹായം, അതേപോലെ MBSൻ്റെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ സൗദിയുടെ രാജകുമാരൻ്റെ ഒക്കെ സൗഹൃദമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓയിൽ പ്രൈസ് താഴെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും. അപ്പോൾ എണ്ണയുടെ വില താഴെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് റഷ്യയും ബാധിക്കും. അപ്പോൾ അങ്ങനെ റഷ്യയിലേക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കം നേരിടുകയും അങ്ങനെയൊക്കെ ഇതുപോലെ താരിഫുകളിലൂടെയും സാങ്ഷനിലൂടെയും വീണ്ടും ഞെരുക്കി പുടിനെ മര്യാദയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയൊരു ചിന്ത ട്രംപിനുള്ളിലുണ്ട്. പക്ഷേ അത് വളരെ ശക്തമല്ല. കാരണം ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് താമസിയാതെ തന്നെ പുടിനെ കാണുമെന്നുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദമുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ നമ്മൾ ഇതുവരെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്ന ഒരു വഴിയിലൂടെയല്ല ട്രംപിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന അമേരിക്കയുമായിട്ട് ട്രേഡ് വാർ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് മാറ്റി മറിച്ചിപ്പോൾ ട്രേഡ് ഡീലിലേക്കാണ് ചൈനയായിട്ട് പോകുന്നത്. അപ്പോൾ ചൈനയായിട്ട് ഒരുവിധം ആ ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുവിധം ഒരു ധാരണയിലേക്ക് ട്രംപ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു നേച്ചറുണ്ട്. അതേപോലെ തന്നെ ട്രംപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുതലാളിയെപ്പോലെ പ്രവർത്തിക്കുകയാണ് ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു വരവോടുകൂടി ഒരു കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയും നമ്മുടെ കേരളത്തിലുള്ളവർ ഉൾപ്പെടെയുള്ളവരെ വളരെയധികം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ സ്വാധീനിക്കുന്ന ഒരുപാട് സംഗതികൾ ട്രംപിൻ്റെ ഈ ഭരണമാറ്റത്തോടുകൂടി വരികയാണ് ചെയ്യുന്നത്. അതിലൂടെ തന്നെ ഒരു ലോകക്രമവും കൂടെ മാറുന്നുണ്ട്. അപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബൈഡൻ വരെ ഉണ്ടായിരുന്ന കാലഘട്ടം വരെ ഈ പരോക്ഷമായ ചൂഷണമായിരുന്നു. അതായത് ഒരുത്തിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക, ചേർത്ത് പിടിക്കുക, അങ്ങനെ ചെയ്തിട്ടായിരുന്നു അമേരിക്ക ഈ നിയോ കൊളോണൈസേഷൻ എന്ന് പറയുന്ന ഈ ആ ഒരു പുത്തൻ സാമ്രാജ്യത്തെ രീതി നടപ്പിലാക്കിയത്. അതൊക്കെ നമ്മളെല്ലാം അതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ആവേശപൂർവ്വം, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്രയധികം ആ ഒരു സമീപത്തെ ആവേശപൂർവ്വം കെട്ടിപ്പിടിക്കുകയും സ്വീകരിക്കുകയും ചെയ്തൊരു സംഭവം ഒരുപക്ഷെ കേരളമായിരിക്കും. നമ്മുടെ ഇവിടുത്തുള്ള എല്ലാവിധ നമ്മുടെ കൃഷിയും ആരോഗ്യവും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം രക്ഷയാണെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ രക്ഷ ഞങ്ങൾക്ക് വേണമെന്ന് പറയും. പക്ഷേ ആ രക്ഷയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത്, ഇപ്പോൾ രോഗം മാറാനായിട്ട് ചികിത്സ തേടി ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ചികിത്സയിലൂടെ നമുക്ക് ഒട്ടനവധി രോഗങ്ങളുണ്ടായി എന്നുള്ള സംഗതി.
അപ്പോൾ ഈ രീതിയിലായിരുന്നു അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും അതേപോലെ അവിടുത്തെ ഉള്ള വിത്ത് കമ്പനികളും. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഈ ഒരു കാലഘട്ടം വരെ നയിച്ചിരുന്നത് ഈ വിത്ത് കമ്പനികൾ, ഫെർട്ടിലൈസർ കമ്പനികൾ, പെസ്റ്റിസൈഡ് കമ്പനികൾ, ആയുധ കമ്പനികൾ, അതായത് ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. പുറമേ ഉള്ള ട്രംപ് അല്ല, പുറമേ അതായത് ഉള്ളിൽ ട്രംപിനെ നിയന്ത്രിക്കുന്ന വലിയ ഒരു ശക്തിയുണ്ട്. അല്ല, ട്രംപിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ ഇത്രയും കമ്പനികൾ, നേരത്തെ ഞാൻ ഈ സൂചിപ്പിച്ച ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്, ഇത്തരം കമ്പനികളുടെ താല്പര്യങ്ങളായിരുന്നു ഈ അമേരിക്ക സംരക്ഷിച്ചിരുന്നതും അമേരിക്ക അതേപോലെ WHO പ്രചരിപ്പിച്ചിരുന്നതും ഐക്യരാഷ്ട്രസഭ ഉപയോഗിച്ചിരുന്നതും. എവിടെയെല്ലാം ഈ ഫണ്ടിങ് ഏജൻസികളുണ്ടോ, ഉദാഹരണത്തിന് ഫൗണ്ടേഷൻസ്, ഇപ്പോൾ ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോയി അവരുടെ കമ്പോളത്തിനനുസൃതമായ അവസ്ഥയിലേക്ക് ആധുനിക മാധ്യമപ്രവർത്തനം പഠിപ്പിച്ച് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു സമൂഹത്തെ സ്വാധീനിക്കുകയും അവരുടെ വിപണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പീരീഡ് വന്ന സമയത്ത് പരോക്ഷമായ രീതിയിലുള്ള സംഗതി കാലം കഴിഞ്ഞു. ഇപ്പം ഡയറക്റ്റായിട്ട് അഗ്രസീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് AI ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് AIയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അമേരിക്കയാക്കി മാറ്റും. അതായത് അതെ, ട്രംപ് ഒരു പ്രകൃതി വിരുദ്ധം തന്നെയാണെന്നാണ്. ട്രംപിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നത് ഈ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് വെറും ഒരു താനത് വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. AI ആണ് ട്രംപിൻ്റെ മാർഗം. ട്രംപ് ട്രംപിൻ്റെ മാർഗം മാത്രമല്ല, ലോകക്രമം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് അതിനകത്ത് മേൽക്കോയ്മ നേടി ലോകത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് അമേരിക്കയുടെ സ്വാധീനം, അമേരിക്കയുടെ പ്രാധാന്യം നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ മേൽക്കോയ്മ നിലനിർത്തേണ്ടതെന്നുള്ളത് ട്രംപിന് ബോധ്യമുണ്ട്. അതൊരു പരിധിവരെ ശരിയുമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ പെൻസിൽവാനിയയിൽ ഇപ്പം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റാ സെൻറ്ററുണ്ട്. അതിപ്പോൾ 10 ലക്ഷം, അതായത് ഒരു 10 ലക്ഷമാണോ 10 ദശലക്ഷമാണോ എന്നറിയില്ല, GPUs ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ. അതായത് സൂപ്പർ കമ്പ്യൂട്ടർ, AI-യുടെ മസ്തിഷ്കമാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു AI മസ്തിഷ്കത്തെ അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ മസ്തിഷ്കത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് അവിടെ വെറും 122 ദിവസം കൊണ്ടാണ് ടെന്നസിയിലെ സൗത്ത് മെംഫിസിൽ ഈ സംഗതി അവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഇത് ലോകത്തിലെ നമ്പർ 1 AI ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മസ്ക് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നീങ്ങിയ സമയത്താണ് ട്രംപ് അധികാരത്തിലേറിയതിന് 2-ാം ദിവസം അദ്ദേഹം ഒരു 3 കമ്പനികളെ കൊണ്ടൊരു കോൺട്രാക്റ്റ് ഒപ്പിടിപ്പിച്ചു. ഒന്ന് സോഫ്റ്റ് ബാങ്ക് ജപ്പാൻ, 2 ഓറക്കിൾ, പിന്നെ 1 സാം ആൽട്ട്മാൻ. $500 ബില്യൺ ഡാറ്റാ സെൻറ്ററാണ് ഈ 3 പേരും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വലിയ ഭയങ്കരമായ ചിലവ് വരുന്ന സംഗതിയാണ് ഇതിൻ്റെ ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് AI-യുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും സൂപ്പർ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സുകൾ ഉണ്ടാക്കി, ഡാറ്റാ സെൻറ്റേഴ്സുകൾ ഉണ്ടാക്കി, AI-യിലൂടെ ആധിപത്യം സ്ഥാപിക്കുക, അതിലൂടെ നേരിട്ട് ലോകത്ത് നിയന്ത്രിക്കുക. ഇപ്പോൾ ഡയറക്റ്റാണ്, ഇവിടെ ഇനി മറച്ചു വയ്ക്കലൊന്നും സംഗതിയൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ലോകക്രമത്തിനെയാണ് രൂപപ്പെടുത്തുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്തുകൊണ്ടാണ് ഇനി അവരെ ആശ്രയിക്കേണ്ടതെങ്കിൽ ട്രംപ് തീരുമാനിക്കാൻ കാരണം എന്താണ്? കാരണം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണങ്ങളും മരുന്നുകളും ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഒരു രോഗിയുടെ മുഴുവൻ ഏതെല്ലാം രോഗങ്ങളുണ്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അറിയാവുന്ന അവസ്ഥയിലേക്ക് AI ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ഗവേഷണങ്ങളും അവരുടെ മരുന്നുകളും ഒക്കെ അപ്രസക്തമാകുന്നൊരവസ്ഥയിലേക്ക് ഒരു പുതിയ ക്രമം ആ ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ ആയുധ കമ്പനികൾ യുദ്ധത്തിൻ്റെ മാതൃക മാറുകയാണ്. നേരിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആ സങ്കേതങ്ങളും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റും. അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതിയും മാറുന്നു. അപ്പോൾ ഈ പുത്തൻ ക്രമത്തിലേക്ക് ഇത് കൊണ്ടുപോവുകയും അമേരിക്കയെ അതിന് പ്രാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഈ പറഞ്ഞത് അതേ സമയത്ത് ഇത് എത്രമാത്രം വിജയത്തിലെത്തും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം
ട്രംപിനെ വിജയത്തിലേൽപ്പിച്ചതിൽ ഒരു മുഖ്യ പങ്ക് ഇലോൺ മസ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലോൺ മസ്ക് ഈ $500 ബില്യൺ മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സോഫ്റ്റ് ബാങ്കും സാം ആൽട്ട്മാനും ഓറക്കിളും ചേർന്നിട്ടുള്ള നിക്ഷേപത്തിനെ ആദ്യം എതിർത്തു. അപ്പോൾ ട്രംപിൻ്റെ 2ാം ദിവസം തന്നെ ഇലോൺ മസ്കിനെ ചൊടിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ ഇവിടെ $500 ബില്യൺ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് എങ്ങനെ പോകുന്നു, ഇവർ തമ്മിലുള്ള യുദ്ധങ്ങൾ എങ്ങനെ പോകുന്നു, ഇലോൺ മസ്കും ഈ സാം ആൽട്ട്മാനും മറ്റവരും തമ്മിലൊക്കെ അവരൊന്നിച്ചേരം തുടങ്ങിയ സംഗതി. അപ്പോൾ അവർ വീണ്ടും ഒരു ഒരു പരസ്പര വെല്ലുവിളികളിലേക്ക് പോകുന്നു. ഒരു കാരണവശാലും ഇലോൺ മസ്ക് തൻ്റെ വലിയ സ്ഥാപനത്തെ തൻ്റെ പിന്നെ എന്താ പറയുക സംഗതത്തെക്കാൾ അല്ലെങ്കിൽ കേന്ദ്രത്തെക്കാൾ വലിയൊരു സംഗതം വരാൻ മസ്ക് അനുവദിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളും മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഒരു വ്യക്തമായ ധാരണയില്ലാത്ത അമേരിക്കയുടെ ഭരണാധികാരിയായ ട്രംപിൻ്റെ തീരുമാനങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ സൃഷ്ടിക്കുന്ന ഒരു ക്രമത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് മെക്സിക്കോയിലേക്ക് പിന്നെ ജനുവരി മുതൽ 20-25% താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു. മെക്സിക്കോയിലെ ജനങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു? അതിൻ്റെ കാരണം അവിടെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ സാഹചര്യം ഉള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 20% പിന്നെ ടാരിഫ് അല്ലെങ്കിൽ 25% ടാരിഫ് അമേരിക്കയുടെ മെക്സിക്കോടടുത്ത് വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയും കൂടുതൽ അഭയാർത്ഥികൾ മൈഗ്രൻസ് അമേരിക്കയിലേക്ക് വരികയും ചെയ്യുന്നു. 1,10,00,000 മൈഗ്രൻസാണ് ഇപ്പോൾ തന്നെ അമേരിക്കയിലുള്ളത്. അവരെയൊക്കെ ഡെയിലി 500 പേരെ വെച്ച് അല്ലെങ്കിൽ 1000 പേരെ വെച്ച് കടത്താൻ തീരുമാനിച്ചാൽ പോലും യുഗങ്ങൾ വേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ, AI-ക്കും ഡാറ്റക്കും വ്യവസായത്തിനും പുതിയൊരു ലോകക്രമത്തിനൊക്കെ തന്നെയാണ് ട്രംപ് മുൻതൂക്കം നൽകുന്നത്. ഇതിനോടൊപ്പം ചർച്ചയാവുന്ന ട്രംപ് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം ചർച്ചയാവുന്നുണ്ട്. കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഗ്രേറ്റ് അഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്. ഇവർ രണ്ടുപേരുടെയും വലിയൊരു ചങ്ങാത്തം, ഹൗഡി മോഡി നമസ്തേ ട്രംപ് പോലുള്ള പരിപാടികളിലൊക്കെ ലോകത്തിന് വിളിച്ചോതിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉലച്ചൽ ഇവർ രണ്ടുപേർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മോഡിയുടെ സാന്നിധ്യമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ മോഡി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നൊക്കെ ഉള്ള. പക്ഷേ അതൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയുടെ വിദേശ നയത്തിനകത്ത് കുറേ കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉക്രൈൻ വാർ ഉണ്ടായതിനു ശേഷം റഷ്യയുടെ ഓയിലിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയായിട്ട് മാറി. ഇന്ത്യ ക്രൂഡ് വാങ്ങിയിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് പ്യൂരിഫൈ ചെയ്തിട്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്ത്യയിൽ വിൽക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവിടെയൊക്കെ ഇന്ത്യയുടെ ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും കൂടെ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ അത് വിദേശകാര്യമന്ത്രി പിന്നെ ജയശങ്കറിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ഒരു വിദേശ നയം, അതേപോലെ തന്നെ ഗ്ലോബൽ സൗത്തിലെ ഒരു മേജർ ലീഡർ ആയിട്ട് എമർജ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഗതിയിലേക്കുള്ളൊരു മാറ്റം, ഇതൊക്കെ ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് ജയശങ്കറിൻ്റെ ആ ഒരു വളരെ വിദഗ്ധമായ ആ ഒരു പിന്നെ സംഭാവന അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കുറേ കൂടി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപും മോഡിയും തമ്മിലുള്ള സൗഹൃദം അതിനകത്ത് ഉലച്ചിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തിപരമായ തലത്തിൽ കാണുന്ന അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദം എത്രമാത്രം രണ്ട് രാജ്യങ്ങൾ എന്നിവ ബാധിക്കും, അങ്ങനെ നമുക്ക് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയങ്ങളെല്ലാം തന്നെ സ്വന്തം താല്പര്യങ്ങളെ, ഉദാഹരണത്തിന് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ തന്നെ ക്ലാസിക് എക്സാമ്പിളാണ്. അതായത് ജിയോ പൊളിറ്റിക്സ് എങ്ങനെ കളിക്കണം. അതേപോലെ ഇന്നത്തെ റിപ്പബ്ലിക് ഇതിൻ്റെ പര്യടനം നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്സ് മാത്രമല്ല, പ്രാദേശിക രാഷ്ട്രീയം എങ്ങനെ കളിക്കണം എന്നുള്ളത് അതിനകത്ത് കാണുന്ന സാധനമാണ്. ഉദാഹരണത്തിന് ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സഖ്യ കക്ഷിയാണ്. അതോടൊപ്പം തന്നെ അവിടെ സൗത്ത് ചൈന സീയിലും ഇന്ത്യൻ ഓഷനിലും അതിൽ ഇന്തോനേഷ്യയുടെ എക്കണോമിക് സോണിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റം. അപ്പോൾ ഇന്ന് വന്ന ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് സുബൈന്ദ അല്ലേ, ഈ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രോവോ സുബൈന്ദ. അപ്പോൾ അദ്ദേഹവുമായിട്ട് അദ്ദേഹം 4 ദിവസത്തെ സന്ദർശനത്തിലൂടെ വന്നു. അദ്ദേഹവുമായിട്ട് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഡീൽ ഉറപ്പിക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റം നോക്കുക. അത് ജിയോ പൊളിറ്റിക്സാണ്. നമ്മുടെ ഒരു റിപ്പബ്ലിക് ആ ഒരു പരേഡിലൂടെ
പ്രകടമാക്കിയിരിക്കുന്നത്. എന്തായാലും ട്രംപിൻ്റെ ഒരു ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ഇന്ത്യക്കാരെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഒരു മാസത്തിനകം അത് ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയും ട്രംപും തമ്മിലുള്ള ബന്ധം വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയ സാഹചര്യത്തില്ലേ, ഇപ്പോൾ ഒരു ഗ്ലോബൽ സൗത്ത് എന്ന നിലയിൽ ആ ഒരു വിഭജനം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ SBO വിസയുടെ ഇത് വന്നു. അത് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്ക് വളരെ നല്ലതാണ്. കാരണം സ്കിൽഡായിട്ടുള്ള ഒരുപാട് പേർക്ക് അമേരിക്കയിലേക്ക് പ്രവേശനം കിട്ടും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെറ്റർ ബ്രെയിൻസ് അല്ലെങ്കിൽ ബെസ്റ്റ് ബ്രെയിൻസ് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് സാധാരണ പണികളെല്ലാം അത്യാവശ്യം നല്ല സ്കിൽഡ് കോഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ AI ചെയ്യും. അപ്പോൾ ആ തലത്തിലുള്ള ആർക്കും അമേരിക്കയിലേക്ക് ആവശ്യമുണ്ടാവില്ല. മറിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ലെവലിലും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലുള്ള വളരെ ശക്തമായ കഴിവുള്ള വ്യക്തികൾക്ക് നല്ല സാധ്യതയുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യയാണ് അത് ബാധിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മൾ കാണേണ്ടി വരും സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.